السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلته التي أدركني. ഏറ്റവും ആദരണീയരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ റമളാനിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ഈ സന്ദർഭം, ഈ മഹത്തായ മജ്ലിസിൽ സംഗമിച്ച നമ്മുടെ മഹത്തായ സംഗമം അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബഹുവന്യരായ സലാഹുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ സ്ഥാപനം മദീനത്തുൽ ഉലൂം, അതിന് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്ന ആ സന്തോഷ സുദിനത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയവർക്കൊക്കെ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അർഹിക്കുന്ന പ്രതിഫലങ്ങൾ ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു തുടക്കം കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ബഹുവന്യരായ സലാഹുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ ഈ മഹത്തായ സ്ഥാപനത്തിന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ സപ്പോർട്ടും എല്ലാ നിലക്കുമുള്ള സഹകരണവും ഉണ്ട് എന്നുള്ളത് അല്ലാഹു സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിന്റെ ആദ്യത്തെ ഗുരുവര്യരായ അഹമ്മദ് ഉസ്താദിന്റെ പ്രാർത്ഥനയോടുകൂടെയാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. നമ്മുടെ ബഹുവന്യരായ SMAയുടെ സ്റ്റേറ്റ് നേതാവും കൂടിയായ ഉജ്ജ്വലതങ്ങൾ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്ന് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് സലാഹുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ അഭിവന്ദ്യ ഗുരു പേരോട് ഉസ്താദിന്റെ ആഗമനമാണ്. ഉസ്താദ് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂടർക്ക മദീനത്തുൽ മുനവ്വറത്തിന്റെ മാനേജർ അഷ്റഫ് സഖാഫി ഉസ്താദ് മാടാവൂർ വളരെ അർത്ഥഗംഭീരമായ സംസാരങ്ങളാണ് ചുരുങ്ങിയ സമയത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഇന്ന് സാക്ഷികളായ നമുക്കിന് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ വീണ്ടും ഇവിടെ വലിയ പരിപാടി നടക്കുമ്പോൾ നമുക്കൊക്കെ വലിയ അഭിമാനം തോന്നുന്ന ഒരു സ്ഥാപനമായി ഇവിടെ മാറും. നമ്മുടെ എണ്ണൂറ് തങ്ങളുടെ ജ്യേഷ്ഠന്റെ മകൻ ഇവിടെ സംസാരിച്ചു. നല്ല വാക്കുകളാണ് തങ്ങളവരുകൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ സലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ഇവിടെ വലിയൊരു നോളേജ് സിറ്റിയായി നമ്മുടെ ഈ ഭാഗത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും തങ്ങളവരുകൾ വിവരിച്ചു. അള്ളാഹു ആ നിലക്ക് ഉയർത്തി നമുക്ക് വലിയ സന്തോഷിക്കാൻ അവസരങ്ങൾ അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുവന്യരായ സലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് 2002 പ്രബോധന രംഗത്ത് ഇറങ്ങുന്നത്. 2027 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രബോധന രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10 വർഷമാകുമ്പോൾ നമുക്ക് ദശവാർഷികം ആഘോഷിക്കണമെന്ന്. അതിന് അവസരം നൽകിയിട്ടില്ല. 15 ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് 15 ആഘോഷിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു. 20 ആകുമ്പോഴും ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ഒരു മുന്നേറ്റം അള്ളാഹു ഹൈറായ രൂപത്തിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും സിൽവർ ജൂബിലി നമുക്ക് ആഘോഷിക്കണമെന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് ഇതായിരിക്കും അതിന്റെ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 27 ആകുമ്പോൾ വലിയൊരു അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ അതിന്റെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു ആ അത്ഭുതത്തിന് സാക്ഷികളാകാൻ നമുക്കൊക്കെ മഹാഭാഗ്യം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട മുബാറക്കായ മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. തീർച്ചയായും ഒരു സ്ഥാപനങ്ങൾ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഏതൊരാളോടും ഞാൻ സ്ഥാപനം തുടങ്ങട്ടെ എന്ന് ചോദിച്ചാൽ ഒരാൾ നിങ്ങൾ തുടങ്ങിക്കോളി എന്ന് പറയില്ല. അപ്പൊ ഉടനെ പറയാനുള്ളത് അയാൾ ആ സ്ഥാപനം കോടികൾ നഷ്ടത്തിലാണ്, ഈ സ്ഥാപനം കോടികൾ കടത്തിലാണ്, അതിങ്ങനെ അടച്ചു പൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ്, മറ്റത് വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞ്, അതായത്
ആളുകൾ പറയുന്ന ഈ സമയത്തും ഉസ്താദ് കണ്ടെത്തിയത് ഈ സ്ഥലത്ത് ഈ മേഖലയിൽ ഇത് അത്യാവശ്യമാണ്, വളരെ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ആർക്കും വേണ്ട എന്ന് പറയാൻ ഒരു നിലക്കും അവകാശമില്ലാത്തൊരു സ്ഥലമാണ്. എല്ലാവരും പറയുന്നത് ഇവിടെ വേണമെന്നാണ്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ്. ആ രൂപത്തിൽ എല്ലാവരും അല്ലാഹു സാമ്പത്തികമായും മാനസികമായും ഇങ്ങോട്ട് അടുപ്പിച്ച് വലിയൊരു സ്ഥാപനമായി വളർന്ന് ഉയർന്ന് കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഉജരതങ്ങളടക്കം നമ്മുടെ അഷ്റഫ് ഖാബി ഉസ്താദ് അടക്കം ഒരുപാട് ആളുകൾ വളരെ ദൂരത്തിൽ നിന്ന് അവരുടെ ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ച് ഇവിടെ വന്ന് തന്നെ ബഹുവന്ദരായ സലാഹുദ്ദീൻ വഖാബി ഉസ്താദിനോടുള്ള ആ ഒരു സ്നേഹവും ആ ബന്ധവും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നാട്ടുകാർ, നമ്മുടെ സംഘടന നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് പരിപാടികളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നിന്നാണ് എല്ലാം നിർത്തി നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഇതിന്റെ ശിലാസ്ഥാപനം, അതായത് തറക്കല്ലിടൽ കർമ്മത്തിലേക്ക് സാക്ഷികളാകണമെന്ന് ഉദ്ദേശിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും അതിന്റെ അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരിക്കലും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കൊണ്ട് അവസരം നൽകിയതിന് വേണ്ടി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി ഈ മഹത്തായ പരിപാടിക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.